കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് തുടർച്ചയായി പാർലമെന്റിൽ എത്തിയ വിശ്വപൗരൻ പലപ്പോഴായും പാർട്ടിയെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ കേരള സർക്കാരിൻ്റെ വികസന നയത്തെ പുകഴ്ത്തിയ ശശി തരൂർ പാർട്ടിയിൽ ചെറുതല്ലാത്ത കോലാഹലമാണ് സൃഷ്ടിച്ചത്. വിജയസാധ്യത തല്ലിക്കെടുത്തല്ലേ എന്ന് നേതാക്കൾക്ക് പരസ്യമായി പറയേണ്ടി വന്നു. കേരള നേതാക്കളെ തള്ളി തരൂർ നിലപാടിൽ ഉറച്ചു നിന്നതോടെ ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചു. നമ്പർ 10 ജൻപതിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകാൻ തരൂർ തയ്യാറായിരുന്നില്ല. ഒടുവിൽ കോലാഹലമെല്ലാം ആറിത്തണുത്തപ്പോൾ തരൂർ തിരുത്തിയിരിക്കുന്നു. അവകാശവാദങ്ങൾ എല്ലാം തള്ളുകയാണ്. കൂടുതൽ സംരംഭങ്ങൾ കേരളത്തിന് ആവശ്യമുണ്ട് എന്നാണ് തരൂർ പറയുന്നത്. സ്റ്റാർട്ടപ്പുകൾ പേപ്പറിൽ മാത്രം ഒതുങ്ങാതെ നടപ്പാക്കണം. കേരള സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധി നല്ലതാണ് എന്ന് സമ്മതിക്കാം. എന്നാൽ കേരളത്തിലെ യഥാർത്ഥ സാഹചര്യമല്ല പുറത്തു വരുന്നത് എന്നും ശശി തരൂർ എക്സ് പോസ്റ്റിൽ പറയുന്നു. കേരളത്തിലെ നിരവധി വ്യവസായങ്ങൾ പൂട്ടിപ്പോയി എന്ന ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്ത പങ്കുവെച്ചുകൊണ്ടായിരുന്നു തരൂരിൻ്റെ കുറിപ്പ്. സംസ്ഥാന സർക്കാരിൻ്റെ കണക്കുകൾ തെറ്റാണ് എന്ന് പാർട്ടി നേതാക്കൾ ഒറ്റക്കെട്ടായി പറഞ്ഞപ്പോഴും ശശി തരൂരിന് അത് ബോധ്യപ്പെട്ടിരുന്നില്ലേ? ഇംഗ്ലീഷ് പത്രത്തിൽ കണക്കുകൾ നിരത്തിയപ്പോഴാണോ കണക്കിലെ ആ കളികൾ തരൂരിന് തിരിച്ചറിയാൻ സാധിച്ചത്? എന്താണ് തരൂരിൻ്റെ തിരുത്തിന് പിന്നിൽ? ആരാണ് യഥാർത്ഥത്തിൽ തരൂരിനെ തിരുത്തിച്ചത്?